ഒരു 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 1.5 കപ്പ് അവിലെടുത്തിട്ട് അത് ചുവന്ന അവിലായാലും വിരോധമില്ല, വെള്ള അവിലായാലും വിരോധമില്ല. ഒന്നിങ്ങനെ നന്നായി ഫ്രൈ ചെയ്യുക. ഒന്ന് ചൂടായി വന്നിങ്ങനെ വരുമ്പോഴേ അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ടിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്നിങ്ങനെ ഫ്രൈ ചെയ്യുക. ഇങ്ങനെ മറുമൊന്ന് ഇതങ്ങനെ പൊടിഞ്ഞു വരുന്ന സമയത്ത് ഈ അവിലിനെ എടുത്തിട്ട് നമ്മളൊന്ന് മാറ്റിയിട്ട് പ്ലേറ്റിലേക്ക് ആക്കുക. 1 കപ്പ് ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പാനിയാക്കുക. ആക്കിയോ ശർക്കര വെള്ളം നല്ലോണം ആയിക്കഴിഞ്ഞ് തിളച്ചു. അതെനിക്ക് ഈ അവിലിനെ കൊടുക്കുക. എന്നിട്ട് ഇളക്കി ഇരിക്കുക. വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ചേർക്കുക. ഏലക്കായ പൊടി ചേർക്കും. പിന്നെ 1 സ്പൂൺ നെയ്യ് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാത്രം കുറച്ച് അണ്ടിപ്പരിപ്പ് പോലെ. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ഇപ്പോൾ ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഉരുട്ടിയിട്ട് ലഡ്ഡു പിടിക്കാം. ഇതാകുമ്പോൾ നല്ലോണം ലഡ്ഡു ആവും. ചൂടാകുമ്പോൾ നമ്മളിതിനൊക്കെ ഇങ്ങനെ ഉരുട്ടിയിട്ട് നല്ല ലഡ്ഡു ഉണ്ടാക്കുക. ഉരുട്ടിയിട്ട് ഇനി കുറച്ചും കൂടി ഉരുട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടി നല്ല അവിൽ ലഡ്ഡു ആവും. ടേസ്റ്റായ ലഡ്ഡു ഉണ്ടോ, എന്തുമാതിരി നല്ല ടേസ്റ്റാട്ടോ. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അവിൽ ലഡ്ഡു എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. ഓക്കെ.